സീക്രട്ടിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ കൊല്ലം സ്റ്റൈൽ ഒരു താറാവ് കറിയാണ് പരിചയപ്പെടുന്നത്. അപ്പോ ഈ താറാവ് കറിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒരു പ്രത്യേക കോമ്പിനേഷനിൽ ചേർക്കുന്നതാണ്. അപ്പോ ആർക്കും പുതുമയോടെ പരീക്ഷിക്കാവുന്ന ഈ താറാവ് കറിയിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നമ്മൾ 350 ഗ്രാം താറാവിന്റെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. ഇതാദ്യം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കുക്കറിൽ നല്ലവണ്ണം വേവിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി ഇൻഗ്രീഡിയൻസുകൾ പറയാം. കടുക് വേണം ആവശ്യത്തിന്, പച്ചമുളക് വേണം 5 എണ്ണം, കുരുമുളക് പൊടി 3 സ്പൂൺ വേണം, തക്കാളി വട്ടത്തിലരിഞ്ഞത് 3 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, സവോള 6 എണ്ണം, തേങ്ങാപ്പാൽ 1 മുറിയുടെ 1/4 പാൽ, ഉപ്പ് ആവശ്യത്തിന്, തേങ്ങാ കൊത്ത് വേണം 2 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, ചെറിയ ഉള്ളി 100 ഗ്രാം, വെളിച്ചെണ്ണ 8 സ്പൂൺ, ഗരം മസാല 6 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ. ഇത്രയുമായാൽ നമുക്ക് സ്പെഷ്യൽ തേങ്ങാപ്പാൽ താറാവ് കറി തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വച്ച് 8 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കണം. ഇനി നീളത്തിലരിഞ്ഞ ഇഞ്ചി 1 സ്പൂൺ, തേങ്ങാക്കുത്ത് 2 സ്പൂൺ, പച്ചമുളക് കീറിയത് 5 എണ്ണം, ആവശ്യത്തിന് കറിവേപ്പില, ചെറിയ ഉള്ളി 100 ഗ്രാം എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഒന്ന് വഴണ്ടു വരുമ്പോൾ 6 സവോള അരിഞ്ഞത് കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റാം. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ വട്ടത്തിലരിഞ്ഞ തക്കാളി 3 എണ്ണം ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കണം. അതിനുശേഷം 6 സ്പൂൺ ഗരം മസാല, 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, നമ്മൾ നേരത്തെ താറാവ് വേവിച്ച സ്റ്റോക്ക് വാട്ടറും ആവശ്യത്തിന് ചേർത്ത് ഉപ്പും കൂടിയിട്ട് നന്നായി തിളപ്പിക്കണം. തിളച്ചു വരുമ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വച്ചിരിക്കുന്ന താറാവ് ചേർത്ത് നന്നായി ഇളക്കണം. വെന്ത് വരുമ്പോൾ ഒരു തേങ്ങയുടെ 1/4 പാൽ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. അപ്പോ നമ്മുടെ തേങ്ങാപ്പാൽ താറാവ് കറി റെഡി. വളരെ രുചിയോടെയും ഏവർക്കും ആസ്വദിക്കാൻ കഴിയുന്നതുമായ ഈ വിഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുകയും ഒപ്പം അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം കേട്ടോ. അതിനൊപ്പം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കുകയും ചെയ്യല്ലേ.